രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ശ്രീ ഹസ്കർ പറയുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തോ ഇടതുവിരുദ്ധ മനോനില ആണ് എന്ന് പറയുകയായിരുന്നു. എന്താണ് കൊന്നില്ലേ പോലീസ് എന്ന് ഏതോ മാധ്യമം എഴുതി. ശരി, മാധ്യമ വിമർശനമൊക്കെ നല്ല കാര്യമാണ്, അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് പ്രകാരം തിരുത്താനും ഇവിടെ പ്രശ്നം അതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ അവിടെ പോയവരാണ്, അവരെയൊക്കെ കണ്ടവരാണ്. ആ പെങ്കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവർ ചോദിക്കുകയാണ്, പോലീസ് വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടമാകുമായിരുന്നോ, അച്ഛമ്മയെ നഷ്ടമാകുമായിരുന്നോ, ഞങ്ങളിങ്ങനെ അനാഥമാകുമായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സംവിധാനമല്ലേ രാഹുൽ? ശ്രീ ഹാഷ്മി, എൻ്റെ സുഹൃത്ത് ശ്രീ ഹസ്കറിൻ്റെ പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. ശ്രീ ഹസ്കറിനോട് ഉള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 2 ദിവസമായി നിർത്താതെ കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി 2 പെൺകുട്ടികൾ, അഖിലയും അതുല്യയും, അവരിങ്ങനെ നിർത്താതെ ശാപവാക്കുകൾ പറയുന്നുണ്ട്. നിലവിലത് കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെയും ഒക്കെ തലയിലാണ് ഇടുത്തിയായി വീണുകൊണ്ടിരിക്കുന്നത്. ദയവ് ഇത് ഇത്തരത്തിൽ നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞ് അവരുടെ ശാപവാക്കിന് താങ്കൾ കൂടി ഇരയാകരുതെന്നുള്ള സ്നേഹത്തോടെയുള്ള ഒരു സുഹൃത്ത് നിലയുള്ള അഭ്യർത്ഥന അങ്ങയുടെ മുന്നിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് അതിപ്പം ശ്രീ ഹസ്കറിനെ പോലെ കടുത്ത ഇടതുപക്ഷവാദിയായ ഒരു വ്യക്തി പോലും, കടുത്ത CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ CI വരെ തള്ളിപ്പറയേണ്ടി വരികയാണ്. ശരി, ഹസ്കർ തള്ളിപ്പറയുന്ന CI, അദ്ദേഹം കേരള പോലീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ. CIയുടെ വീഴ്ചകളെ പറ്റി ശ്രീ ഹസ്കർ അതുവരെയെങ്കിലും അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലോ. CIക്ക് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്ത് വീഴ്ച വന്നു, അങ്ങ് കുറേ സാങ്കേതികമായ നിയമപരമായ പദങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഇൻ്റലിജൻസ് ഉണ്ടായില്ല എന്നൊക്കെ. അതെല്ലാം അവിടെ നിൽക്കട്ടെ ശ്രീ ഹസ്കർ, അതെല്ലാം CIയുടെ മുകളിൽ അങ്ങ് ചാർത്തുന്ന ചാർജ്. അതിനേക്കാൾ കടുത്ത ചാർജുകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കൊലക്കേസിലെ പ്രതി, ആ കൊലക്കേസിലെ പ്രതിക്ക് നിങ്ങൾ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെടാൻ നിന്നുകൊടുത്തു. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്, പോലീസ് നിന്നുകൊടുത്തു പരാജയപ്പെടുവാൻ. ജാമ്യ വ്യവസ്ഥകൾ നിർത്തുന്ന കാര്യത്തിൽ കേരള പോലീസിന് ജാമ്യ വ്യവസ്ഥ കർശനമാക്കണമെങ്കിൽ നന്നായി വെക്കാൻ അറിയാം ശ്രീ ഹാഷ്മി. ഞാൻ അതിൻ്റെ ഉദാഹരണമാണ്. ഞാൻ ശ്രീ ഹാഷ്മിയുടെ അറിവിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ഒരാളാണോ? എൻ്റെ പേരിലുള്ള ആകെ കേസുകൾ ഈ നാട്ടിൽ സമരം നടത്തിയ കേസുകളാണ്. ഈ നാട്ടിലെ പെൻഷൻ കിട്ടാത്ത അമ്മമാർക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് എന്നോട് തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി കേരള പോലീസ് പോയല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ 3 പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിനകത്ത് എനിക്ക് കയറാൻ കഴിയില്ല എന്ന കണ്ടീഷൻ വെക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ. ഇനിയും ഞാൻ വിദേശത്ത് പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യിക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ. ഒരു സമരം ചെയ്ത എന്നോട് പ്രതികാര ബുദ്ധിയോടെ 3 കണ്ടീഷനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ശുഷ്കാന്തിയുള്ള കേരള പോലീസിന് ഒരമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിനകത്തെ കൊലയാളിക്ക് എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിന്റെ പരിധി മാത്രമായി പോകുന്നത് ശ്രീ ഹാഷ്മി? അപ്പൊ ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെയ്ത സമരമാണോ, ചെന്താമരൻ കൊന്ന കൊലപാതകമാണോ വലിയ ഇന്റൻസിറ്റി ഉള്ള ക്രൈം? കേരള പോലീസിന് മുന്നിൽ ഇവർ പരാജയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നെന്മാറ അസംബ്ലി എന്ന മൊത്തത്തിലുള്ള കണ്ടീഷൻ പോലും വെക്കാൻ കഴിയാതെ നെന്മാറ പഞ്ചായത്തിൽ മാത്രം ചെന്താമരം കയറാൻ പാടില്ല എന്ന കണ്ടീഷൻ വെച്ചത്. ഇനി അതും പോകട്ടെ, ആ കണ്ടീഷനെങ്കിലും വെച്ചല്ലോ. ആ കണ്ടീഷൻ വെച്ചിട്ട് ശ്രീ ഹാഷ്മി എന്താ സംഭവിച്ചത്? ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവരുടെ പിതാവിന്റെ വീടിനോട് 10 മീറ്റർ പോലും, ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ നിഖിൽ പ്രമേഷിനോടൊപ്പം ഉണ്ട്, അദ്ദേഹമൊക്കെ ആ വീട്ടിൽ പോയതാണ്, 10 മീറ്റർ പോലും ദൂരവ്യത്യാസമില്ലാതെ ഏതൊരു സാധാരണക്കാരനും നഗ്നനേത്രം കൊണ്ട് കാണുവാൻ പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായി അവിടെ ജീവിക്കുകയാണ്. ആര്? ഈ ചെന്താമരൻ. എന്താ അത്? വയലേഷൻ ഓഫ് ബെയിൽ കണ്ടീഷൻ അല്ലേ? ഇനി ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്താലും കേരള പോലീസിന് ആക്ട് ചെയ്യാൻ അറിയാമല്ലോ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുത്ത ഉദാഹരണം പറയാം. ശ്രീ PK ഫിറോസ്, അങ്ങേക്കും എനിക്കും അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, എന്നോടൊപ്പം സമരം ചെയ്തതിൻ്റെ പേരിൽ ശ്രീ PK ഫിറോസിനും ഈ ജാമ്യ കണ്ടീഷനുകളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സംഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് വിദേശത്ത് പോകേണ്ടി വന്നു. വിദേശത്ത് പോയി 2 ദിവസം നാട്ടിലെത്താൻ വൈകിയതിൻ്റെ പേരിൽ ശ്രീ PK ഫിറോസ് ആണെന്ന് ആലോചിക്കണം, ചെന്താമരനല്ല. ആ PK ഫിറോസിന്റെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു പോകാൻ കേരള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പടയായിട്ട് തിരുവനന്തപുരത്ത് കോടതിയിലേക്ക് പോയല്ലോ ശ്രീ ഹാഷ്മി. ആ ഊർജ്ജസ്വലത എന്താ ചെന്താമരൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത? ഇനിയും ആ ചെന്താമരൻ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എന്ത് ചെയ്യുക നമ്മുടെ ഇന്റലിജൻസ്, എന്ത് ചെയ്യുക നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച്? ആ CIയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഇതുപോലെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തൊരു ക്രിമിനൽ ജയിലിനകത്ത് പോലും ഒരു നല്ല ഇല്ലാത്ത ഒരു കാര്യമില്ലോ. ഇവിടെ പോലീസ് വീട്ടിൽ വരുമ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അല്ലല്ല, സ്വച്ഛന്തമായി പോലീസ് വീട്ടിൽ വരുമ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാളെ അവിടെ വീട്ടിലിരിക്കുക. മനസ്സിലാവുന്ന വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണെന്ന് തൂക്കിയാത്തണം പറ്റണ്ടേ? അപ്പോ അതാ പറഞ്ഞത്, സ്വച്ഛന്തമായി സ്വതന്ത്രമായി
അതാ ഞാൻ പറഞ്ഞത്, ആ CIയുടെ പേരിൽ മാത്രമാ ഉത്തരവാദിത്വമെങ്കിൽ ഒരു കൊലക്കേസിലെ പ്രതി സ്വച്ഛന്തമായി സ്വതന്ത്രമായി ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അയാളുടെ വീട്ടിൽ പട്ടാപ്പകൽ ഉൾപ്പെടെ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്റലിജൻസ് എന്ത് ചെയ്യുക, സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യുക? ഇനി ഇതെല്ലാം പോട്ടെ, ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നില്ലേ ശ്രീ ഹാഷ്മി? ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട് സിംഹൻ എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്. സിംഹമൊന്നും ആകേണ്ട, സാധാരണ മനുഷ്യനായാൽ മതി. ആ സിംഹൻ എന്ന് പറയുന്ന ആളോട് പോയി പരാതി പറഞ്ഞു. പരാതി പറയുമ്പോൾ ശ്രീ ഹാഷ്മി ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ പറയാം. ആ നാട്ടിലെ 120 ആളുകൾ ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൂടി ആ CIയുടെ ഇരിപ്പുണ്ട്. ഈ ചെന്താവൻ എന്ന് പറയുന്ന ആള് നിരന്തരമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയാണ്, അടിപിടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ആ നാട്ടിലെ 120 ആളുകൾ, ഈ കുടുംബം മാത്രമല്ല, ഒരു നാട്ടിലെ 120 ആളുകൾ കൊടുത്ത പരാതിയിൽ അടയിരുന്നു കൊണ്ടാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്താമരം വന്നിട്ട് പറഞ്ഞു സ്റ്റേഷനിലേക്ക് കയറില്ല. ഇന്ന് ഞാൻ ആ സ്റ്റേഷനിൽ പോയ ആളാ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നു. പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ചെന്താമനോട് എന്താ ചെയ്തെന്ന് അറിയാമോ? ചെന്താമനോട് പറഞ്ഞു അങ്ങ് അകത്തേക്ക് വരണ്ട, ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ചെന്താമനോട് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ ആ പരാതിയുടെ പേരിൽ അപ്പോഴെങ്കിലും ആ ചെന്താമന്റെ ബെയിൽ കണ്ടീഷൻ, നഗ്നമായ ബെയിൽ കണ്ടീഷൻ വയലേഷന്റെ പേരിൽ ബെയിൽ ക്യാൻസൽ ചെയ്ത് ജയിലിലാക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടെ അമ്മ നഷ്ടമായി ശ്രീ ഹാഷ്മി. അവർക്ക് അവശേഷിക്കുന്ന അവരുടെ ഏക ആശ്രയമായ ആ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു, അവരുടെ അച്ഛമ്മ നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങൾ കരഞ്ഞോണ്ട് പറഞ്ഞെന്താണെന്നറിയാമോ? ഇന്നലെ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൊല്ലപ്പെട്ടേനെ എന്നാ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് മറുപടിയുള്ളത്? ഈ കൊലപാതകത്തിനകത്ത് ഏതെങ്കിലും ഒരു ചെന്താമരന്റെ ഉത്തരവാദി, ഈ കൊലപാതകം കൃത്യമായി കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഞാൻ വേറൊരു വാർത്തയും പറയാം. ഇന്ന് വന്ന വാർത്ത എന്താ? ശ്രീ ഹസ്കർ അടക്കമുള്ള ആളുകൾ ഇനി ന്യായീകരിക്കുക. കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ സർക്കാർ കൊലയാളികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷെറിന്റെ പ്രത്യേകത അറിയാമോ ശ്രീ കാശ്മി? ഒരു വർഷത്തിലേറെ പരോള് കിട്ടിയത്, ഒരു വർഷത്തിലേറെയാണ് ഷെറിന് പരോള് കിട്ടിയത്. ബാംഗ്ലൂരിലെ IT കമ്പനി ജോലി ചെയ്തിട്ട് മക്കൾ നാട്ടിലേക്ക് വരുന്ന പോലെയാ ഷെറിന് മാസാമാസം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊലയാളികൾക്ക് ഇവർ കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് കടന്നിട്ടില്ല, അത് പറയാൻ പോയാൽ വേറെ ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ കൊലയാളികൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത കേസുകളിൽ പോലും ഇവർക്ക് എന്താ ഇത്ര താല്പര്യം? കൊലയാളികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇവരുടെ പൊതുരാഷ്ട്രീയമായി മാറുന്നത് എങ്ങനെയാണ് ശ്രീ കാശ്മീർ? ശ്രീ ഹസ്കർ പറഞ്ഞത് അടുത്ത പാദത്തിലെങ്കിലും അങ്ങ് ന്യായീകരിച്ച്, അങ്ങനെ സുഹൃത്താണ്, ആ അഖിലയുടെയും അതുല്യയുടെയും കണ്ണീരിന്റെ ശാപത്തിൽ അങ്ങുകൂടി പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് സ്നേഹത്തോടെ ശ്രീ ഹസ്കർ പറയാനുള്ളത്.